ഗുജറാത്തിൽ പശുവിനെ കൊന്നതിന് 3 പേർക്ക് ജീവപര്യന്തം തടവ്. Meet Dr. Ahmed Mohiuddin Syed, an Indian Muslim who graduated as a doctor from China. Delhi, Ahmedabad, Lucknow, killing countless Hindu devotees. മുന്നിൽ കണ്ട മുസ്ലിങ്ങളെയെല്ലാം വെട്ടി കത്തിച്ചു. ഹായ്, അപ്പോ ഒരു പ്രോപ്പർ ഇൻട്രോ ഒന്നും എന്റെ അടുത്ത് പ്രതീക്ഷിക്കണ്ട. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഫോളോ ചെയ്യുന്ന ഒരു 10 പേരെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ചു. എന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ ഈ മതവും ദൈവത്തിനും കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിന്റെ ഒരു സാഹചര്യം ഭയങ്കര ക്രൂഷ്യലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു തന്നെ ആണെന്ന് എനിക്കുണ്ടായിരുന്നു. പറയാൻ തോന്നി പറയാം. സംഭവം വെച്ചാൽ ഈ മതവും വിശ്വാസവും മതവും ദൈവവും ഒക്കെ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ശീലിച്ച ഒരു സമൂഹത്തിൽ നിന്നാണ് ഞാനും നമ്മളിലേറെ പേരും വരുന്നത്. പക്ഷെ കുറച്ച് കാലങ്ങൾ അല്ല, ഞാൻ ജനിച്ചപ്പോ തൊട്ട്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അപ്പൂപ്പന്മാര് ജനിച്ചപ്പോ തൊട്ട്, അല്ലെങ്കിൽ മതം ഉണ്ടായപ്പോ തൊട്ട് 10% നമുക്ക് ഗുണം തരുന്നുണ്ടെങ്കിൽ 90% സമൂഹത്തിന് നാശം അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പോഴും മതവും ദൈവവും നമ്മുടെ സമൂഹത്തിൽ ഉള്ളത്. ഇത് 90% ആൾക്കാർ അറിയാം. പക്ഷെ ഈ മെജോറിറ്റി ആൾക്കാർ എന്തുകൊണ്ട് പറയാത്തതെന്ന് വെച്ചാൽ, ഈ പറയാത്ത ആൾക്കാരെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒരു ടീം എന്തെന്ന് വെച്ചാൽ അന്ധവിശ്വാസികൾ. അവർക്ക് അയ്യോ ദൈവത്തിന് ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് മതത്തിന്റെ പേരിൽ ഇത് ചെയ്യുന്നത് തെറ്റെന്ന് പറഞ്ഞാൽ ദൈവം എന്നെ ശിക്ഷിക്കുവോ, അങ്ങനെ പേടിച്ച് നിൽക്കുന്ന കുറച്ച് പേര്. അതുപോലെ തന്നെ ഇന്നൊരു ഗ്യാങ് എങ്ങനെയാന്ന് വെച്ചാൽ മതത്തിന്റെ പേരിലും കമ്മ്യൂണിറ്റിന്റെ പേരിലും നമ്മളെ ഓരോ ചേരികളാക്കിയിട്ട് നമ്മളെ ലീഡ് ചെയ്തുകൊണ്ട് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്ന കുറച്ച് പേര്. ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം ദൈവമില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇത്രയും അനീതി ചെയ്തിട്ട് ദൈവം എന്നെ ശിക്ഷിക്കില്ല എന്നുള്ള 100% ഉറപ്പും കൊണ്ടല്ലേ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരാണ് മെയിൻ ആയിട്ട് നമ്മൾ അതിർത്തി തിരിച്ച് വേർതിരിക്കുന്നത്. ഇവരുടെ വാക്കും കേട്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണുന്ന ആൾക്കാരനെ എനിക്ക് പറയാനുള്ളത്, ആക്ച്വലി ഇവന്മാർ നമ്മളെ കഴുതകളാണ് ആക്കുന്നത്. അതായത് ഇപ്പൊ വേദനയും കണ്ണും മൂക്കും വായും കഴിക്കണതും തൂറുന്നതും ഒക്കെ ഒന്ന്. പക്ഷെ നിന്റെ മതം വേറെ, അതുകൊണ്ട് നീ വേറെ ആളാണ്. പോയി ആദ്യം കുടുംബത്തിനെ നോക്കിണ്ട. അമ്മയും അച്ഛനും അവിടെ പട്ടിണി കിടക്കുമ്പോ ഇവന്മാര് ദൈവത്തിനെ രക്ഷിക്കാൻ കുറച്ച് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ തലയിലൊക്കെ ബുദ്ധിയാണുള്ളത്. കാരണം എന്താ വെച്ചാൽ ഏത് ദൈവവും ഒരു മനുഷ്യൻ സങ്കടപ്പെട്ട് കാണട്ടെ, അല്ലെങ്കിൽ ഇന്നൊരു എന്റെ പേര് പറഞ്ഞ് ഇന്നൊരുത്തിനെ ആക്രമിക്കുക, അത് കണ്ട് രസിക്കുന്നത് ദൈവമല്ല. ശരി, ആയിക്കോട്ടെ, ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ ശിക്ഷിക്കാൻ ദൈവമില്ലേ? ദൈവത്തിന് ഡയറക്റ്റായി ശിക്ഷിച്ചൂടെ? നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ അടിയാണോ? അണ്ണാവെ പറ്റി പറഞ്ഞു? അതോ ദൈവത്തിന് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് ശിക്ഷിക്കാനുള്ള പെർമിഷൻ ഇല്ലേ? അതിനുള്ള എന്താണ് പവറില്ലേ? ഞാൻ എത്ര കത്തിയിട്ടോ എത്ര പറഞ്ഞിട്ടോ കാര്യമില്ല എന്ന് അറിയാം. കളിമണ്ണ് കൊണ്ട് ചെവി ഉണ്ടാക്കിയ ആൾക്കാരാണ് തോന്നുന്നു. പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന മതത്തില് എന്തെങ്കിലും ആചാരം, ഇപ്പൊ 6 മണിയായ എന്തിനാണ് ലൈറ്റ് ഇടുന്നത്, അത് തൊട്ട് എന്തിനാണ് ചന്ദനക്കുറി വെക്കുന്നത്, ഇതൊട്ട് എല്ലാമേ എനിക്ക് സംശയമുള്ളത് ചോദിച്ചിട്ട് അവർ തരുന്ന ഉത്തരം സമൂഹത്തിനോ അല്ലെങ്കിൽ എനിക്കോ വല്ല ഉപകാരപ്പെടുന്ന കാര്യമായതുകൊണ്ട് ഞാൻ കീപ്പ് ചെയ്യണമെങ്കിൽ മാത്രമേ കീപ്പ് ചെയ്യുള്ളൂ. ഇത് എന്റെ കാര്യം പറഞ്ഞതാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യം അതാണ്. ഇപ്പൊ എന്ത് മതത്തിൽ വിശ്വസിച്ചാലും ശരി, ഇപ്പൊ 6 മണിക്ക് എന്തിനാണ് വിളക്ക് വെക്കുന്നത് തൊട്ട് എന്തിനാണ് ചന്ദനക്കൂറി ഇടുന്നത്, അതുപോലെ എന്തിനാണ് വാങ്ക് വിളിക്കുന്നത്, എന്തിനാണ് മാമോദീസ് നോക്കുന്നത്, അതും മുതൽ പൂജാരി എന്തിന് ഇങ്ങനത്തെ സ്പെഷ്യൽ ഡ്രസ്സ്, എന്തിനാണ് തൊപ്പി വെക്കുന്നത്, എന്തിനാണ് ലോഹ ഇടുന്നത്, ഇതുവരെ അത് വിട്ടോളെ. നിങ്ങൾക്ക് പറഞ്ഞു തരില്ല നമ്മുടെ അച്ഛനമ്മ ആയിക്കോട്ടെ, മതപുരോഹിതന്മാരായിക്കോട്ടെ, നമുക്ക് എന്ത് ആചാരം പറഞ്ഞു തന്നാലും ഇത് ഞാൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടോ അല്ലെങ്കിൽ എനിക്കെങ്കിലും ഗുണമുണ്ടോ, അത് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. സമൂഹത്തിന് ഇത് കാരണം വല്ല ദോഷമുണ്ടോ, അത് ആദ്യം നോക്കിയിട്ട് അത് കീപ്പ് ചെയ്യുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് എന്തിനാണ് ചെയ്യുന്നത് പോലും അറിയാണ്ട് കുറെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവാം. കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിത്യജീവിതത്തിൽ തന്നെ. ആദ്യം ആശാന്റെ നെഞ്ചത്ത് എന്ന് പറഞ്ഞ പോലെ ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ചോദ്യം ചെയ്ത് ശീലിച്ചാൽ തന്നെ അത് കണ്ടിട്ട് വരുന്ന ന്യൂ ജനറേഷൻ, നമ്മുടെ അടുത്ത തലമുറ ഒരു മതസ്ഥാപനം ആയിക്കോട്ടെ, അതുപോലെ ഒരു ഗവൺമെന്റ് ഓഫീസ് ആയിക്കോട്ടെ, ഒരു തെറ്റ് നടക്കണമെന്ന് അവരുടെ മുമ്പിൽ കണ്ട ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രവണത അവർക്ക് വരുള്ളൂ. ഇപ്പൊ അന്ധമായിട്ടൊരു വിശ്വാസം നമ്മൾ ചെയ്യുന്നുണ്ട്, അതിന് എന്തെങ്കിലും കളങ്കം വന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടല്ലോ. അതിനേക്കാളും ഹ്യൂമാനിറ്റിയോ അല്ലെങ്കിൽ ലോജിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ശബ്ദം ഉയർത്താനുള്ള ഒരു കഴിവ് അവർക്ക് വരുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ അനിയന്മാരായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മൾ മതത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആ സമയം ഉണ്ടല്ലോ, അല്ലെങ്കിൽ മതം പഠിക്കാൻ പറ്റുന്ന ആ സമയത്ത് കുറച്ച് സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്വയമായിട്ട് കുറച്ച് സ്കില്ല് പഠിക്കുക. ആ സമയം നമുക്ക് ഉപകാരപ്പെടുന്ന പോലെ എന്തെങ്കിലും ചെയ്യുക. കാരണം അതെങ്കിലും നമ്മുടെ ഭാവിയിലോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ സമൂഹത്തിനോ ഉപകരിക്കും. അല്ലാണ്ട് മതം പഠിച്ചതുകൊണ്ട് 10% ഉപകാരമില്ല, ദോഷങ്ങൾ വേണമെങ്കിൽ കുറേ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മതത്തിൽ ഭയങ്കര വിശ്വാസിയാണ്, എനിക്ക് ഗ്രന്ഥങ്ങൾ പഠിച്ചന്നെ ആവണം എന്നുള്ളവർക്ക് ഒരു കാര്യം തലക്കേറ്റിയാൽ മതി. എന്താണ്? ഇപ്പൊ ഒരു ഗ്രന്ഥം പറഞ്ഞാൽ, അതായത് ഇത്രയും വലിയ കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ എന്താണ് മെൻഷൻ ചെയ്യേണ്ട കാര്യം? മനുഷ്യത്വത്തിനെ കുറിച്ചും അതുപോലെ സമൂഹത്തെ എങ്ങനെയാണ് പെരുമാറുന്നത്, ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങളല്ലേ, ഇതുപോലത്തെ നല്ല കാര്യങ്ങളല്ലേ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക, ഇപ്പൊ ഈ ഗ്രന്ഥത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ദൈവത്തിന് നടന്നതോ അല്ലെങ്കിൽ ദൈവം പറഞ്ഞതുമാണെന്ന് പറഞ്ഞ് പരത്തിയത് ദൈവമൊന്നുമല്ല. അതാദ്യം മനസ്സിലാക്കുക. ദൈവം ONV കുറിപ്പ
ബുക്ക് ചെയ്ത് വെച്ചിട്ട് മരിക്കാൻ. അയ്യോ കളിയാക്കിയല്ലേ. സോറി